ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ടൈർ പ്രദേശത്തു വച്ചാണ് ഈ സ്ത്രീ ഈശോയെ സമീപിക്കുന്നതും കാൽക്കൽ വീഴുന്നതും. അവളുടെ ഒരേ ഒരു ആവശ്യം ഇതായിരുന്നു: തൻ്റെ കൊച്ചുമകൾക്ക് പിശാച് ബാധിതയുണ്ട്. തൻ്റെ മകളിൽ നിന്ന് ഈ പിശാചിനെ ബഹിഷ്കരിക്കണം. വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ്, ഈശോയോടുള്ള ഒരു വലിയ ചോദിക്കലാണ്. ഈശോയോടുള്ള ഈ ചോദ്യം ചോദിക്കൽ യേശുവും ഈ സ്ത്രീയും തമ്മിലുള്ള വലിയൊരു സംഭാഷണത്തിലേക്ക് വഴിതെളിക്കുകയാണ്. വലിയൊരു സംസാരത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. അത് തന്നെയാണ് പിശാചിനെ ബഹിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട് യേശുവിനെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ ടൈർ എന്നത് മെഡിറ്ററേനിയൻ തീരത്ത് പാലസ്തീനായുടെ വടക്ക് പ്രദേശത്തുള്ള ഒരു ഫിനീഷ്യൻ പട്ടണമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജനഭൂരിഭാഗവും വിജാതീയരായിരുന്നു. അതിനാൽ യഹൂദർ അവരെ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. ആ പട്ടണങ്ങളെയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയും വളരെ അവജ്ഞയോടെയാണ് അവർ കണ്ടിരുന്നത്. യേശു ബോധപൂർവമാണ് വിജാതീയ ദേശത്ത് പ്രവേശിച്ച് വിശുദ്ധവും അശുദ്ധവുമായ ജനങ്ങൾ, പ്രദേശങ്ങൾ എന്ന ഒരു വേർതിരിവ് ഇല്ലാതാക്കുന്നത്. ദൈവപുത്രനായ യേശുനാഥൻ ഒരാളുടെ മാത്രം ദൈവമല്ല, ഒരു ജനത്തിൻ്റെ മാത്രം ദൈവമല്ല, എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുവാൻ വന്ന ദൈവമാണ് എന്ന ഒരു ചിന്തയും ഇന്നത്തെ സുവിശേഷം നൽകുകയാണ്. ഇന്നത്തെ ഈ സുവിശേഷം 2 ചിന്തകളാണ് നമുക്ക് മുന്നിൽ ധ്യാനത്തിനായിട്ട് വയ്ക്കുന്നത്. ഒന്ന്, വിശ്വാസത്തോടെ നീ എന്ത് പ്രാർത്ഥിച്ചാലും നിനക്ക് ദൈവം നൽകും. രണ്ടാമതായി പറയുന്ന ചിന്ത ഇതാണ്: യേശുനാഥൻ ഈ ഭൂമിയിൽ വന്നത് എല്ലാ ജനതകൾക്കും വേണ്ടിയിട്ടാണ്, എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ 2 ചിന്തകളും വ്യക്തമാക്കുന്ന ഒരു കൊച്ചു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. വർഷം 2018 അർത്തുങ്കൽ ദേവാലയത്തിൽ വച്ച്. അർത്തുങ്കൽ എന്ന ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആ തീർത്ഥാടന പള്ളിയിൽ ഡീക്കനായി എനിക്ക് തിരുനാൾ ദിനങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചു. അവിടെ വച്ച് ഒരു ഹൈന്ദവ കുടുംബത്തെ കണ്ടുമുട്ടി. അച്ഛനും അമ്മയും പിന്നെ 15 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയും. ഈ പെൺകുട്ടിക്ക് മാരകമായിട്ടുള്ള ഒരു രോഗം. ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് അടിമ വെച്ച് അച്ഛാ പ്രാർത്ഥിക്കണം. ഞാൻ ഡീക്കനായിരുന്നു, പക്ഷേ എന്നാൽ അവരെന്നെ അഭിസംബോധന ചെയ്ത അച്ഛ എന്നാണ്. അവൾ എൻ്റെ ഏക മകളാണ്, വളരെ സുന്ദരിയാണ്. ഇവളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ അച്ഛൻ തുടർന്നു, അച്ഛാ, ഞങ്ങൾ ഹൈന്ദവരാണ്. എല്ലാ വർഷവും ഇവിടെ വന്ന് വെളുത്തച്ഛൻ്റെ സന്നിധിയിൽ അമ്പ് നേർച്ചയെടുത്ത് യേശുദേവനോട് നിരന്തരം പ്രാർത്ഥിക്കും. അച്ഛാ, എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കും. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങൾ യേശുദേവനിൽ വിശ്വസിക്കുന്നവരാണ്. ഹൈന്ദവനായ ഈ അച്ഛൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാണുമ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖത്ത് പുഞ്ചിരിയുടെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ ആനന്ദത്തിൻ്റെ തിളക്കം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായും അവൾ സുന്ദരി തന്നെയാണ്, ഈശോയുടെ സ്വന്തം മകൾ. പിന്നെ ഒരിക്കലും ഞാൻ ആ സുന്ദരിയായ പെൺകുട്ടിയെയോ ആ കുടുംബത്തെയോ കണ്ടിട്ടില്ല. ഈശോ സൗഖ്യം കൊടുത്തു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സ്നേഹിതരെ, ഈശോയോട് വിശ്വാസത്തോടെ ആര് എന്ത് തന്നെ ചോദിച്ചാലും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. വിശ്വാസത്തോടെ ആര് ചോദിച്ചാലും ദൈവം നൽകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുകയാണ്. ചോദിക്കുന്നത് എന്തും നിനക്ക് ലഭിക്കുമെന്ന ഉറപ്പ് എനിക്കും നിങ്ങൾക്കുമുണ്ടോ? സീറോ ഫിനീഷ്യൻ സ്ത്രീയെപ്പോലെയും കേരളത്തിലെ ഈ ഹൈന്ദവരായിട്ടുള്ള ഈ കുഞ്ഞു കുടുംബത്തിലെ അച്ഛനെയും അമ്മയെയും ഈ കുഞ്ഞിനെയും പോലെയും ഒക്കെയുള്ള ഉറപ്പ് നമുക്കുണ്ടോ? വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ടോ? വിശ്വാസത്തോടെ ഉറപ്പോടെ ദൈവത്തോട് ചോദിച്ചാൽ എന്തും ദൈവം നൽകും. ഉറച്ച വിശ്വാസത്തോടെ ഈശോയോട് ചോദിക്കുവാൻ വേണ്ട കൃപ ദൈവം ഓരോ ക്രിസ്ത്യാനിക്കും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.